ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരു 4 റൈസ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പനീർ റൈസാണ്. അപ്പം അതിനാവശ്യത്തിനുള്ള പനീർ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഗ്രീൻ പീസാണ്. അപ്പം നമ്മളെടുത്തുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ മറ്റേ സാദാ ഗ്രീൻ പീസ് ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം കുതിർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ പാൻ വെച്ച് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പനീർ, അപ്പോൾ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ പനീർ. അപ്പോൾ അത് അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ പനീറൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടി ഞാൻ ഒഴിച്ച് അതിലേക്ക് എല്ലാ സ്പൈസസും ഇട്ട് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് സ്പൈസസ് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതേ ചെറിയ തീയിൽ വെച്ചിട്ട് സ്പൈസസ് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള ഫ്രോസൺ ഗ്രീൻ പീസ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കൂടുതൽ ഇടണമെങ്കിൽ കൂടുതലിടാം. അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ കുറച്ച് നേരം കുതിർത്തെടുത്തതിന് ശേഷം വേവിച്ചിട്ട് വേണം അതിലേക്ക് ഇടാനായിട്ട്. പിന്നെ അതിലേക്ക് ഇടുന്നത് നമ്മൾ കുറച്ച് കാഷ്യൂണ്. അപ്പോൾ അതും അതിലേക്കിട്ട് രണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക, കരിഞ്ഞു പോവാതെ. പിന്നെ അതിലേക്ക് ഇടുന്നത് ഒരു 2-3 വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ്, അതും കൂടി അതിലേക്ക് ഇട്ടു. വീണ്ടും ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ഗ്ലാസ് ബസുമതി അരിയാണ്, ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി അരിയാണ് എടുത്തുള്ളത്. അപ്പം അത് നന്നായി കഴുകിയതിന് ശേഷം ഒരു 5-8 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി പിന്നെ ഒരു 3-4 മിനിറ്റ് ഊറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ അരി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ 3-4 മിനിറ്റ്, ഏകദേശം ഒരു 3-4 മിനിറ്റ് നമ്മൾ ചെറിയ തീയിൽ അരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് ബസുമതി അരിയാണ് എടുത്തുള്ളത്. അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് ഒരു 3 ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. പിന്നെ ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചുള്ള പനീറില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ അരിയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും കൂടി ഞാൻ മേലെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഇട്ട് ഒന്ന് വാടിയതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക.
അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള പനീർ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വയ്ക്കാൻ പറ്റിയൊരു നല്ലൊരു റൈസാണത്. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഗാർലിക് റൈസ് ആണ്. അപ്പോൾ അതിനുള്ള റൈസൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തുള്ളത് 3 ഗാർലിക്, സ്പ്രിംഗ് ഓണിയൻ, 2 ഗ്രീൻ ചില്ലി, ഇത്രയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പാൻ വെച്ച് അതിലേക്ക് 1 കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് നന്നായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഗാർലിക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഈ സമയത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള പച്ചമുളകും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഗാർലിക്കിൻ്റെയും ഗ്രീൻ ചില്ലിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചുള്ള റൈസ് അതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മാത്രമേ റൈസ് എടുത്തുള്ളൂ. അപ്പോൾ അതിലേക്കാണ് 3 വെളുത്തുള്ളിയും 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൈസ് കൂടുന്നതിനനുസരിച്ച് വെളുത്തുള്ളിയുടെ അളവും പച്ചമുളകിൻ്റെ അളവും കൂട്ടിയെടുക്കുക. അപ്പോൾ ഗാർലിക് റൈസ് ആയ കാരണം തന്നെ ഗാർലിക്കിൻ്റെ മണം വേണം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ റൈസ് ഇട്ടു. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് 1/2 സ്പൂണോ 3/4 സ്പൂണോ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനില്ലേ, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൊരിച്ചെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സ്പ്രിംഗ് ഓണിയൻ അതിലേക്കിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ളൊരു ഗാർലിക് റൈസാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മുട്ടച്ചോറാണ്. അപ്പോൾ അതിനായിട്ട് ഇതേ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, അപ്പോൾ ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
ഇത് ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് അതും കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അതേ ചില്ലി ഫ്ലേക്സ് ഇട്ട് ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു പിടി നാളികേരം കൂടി ചേർത്ത് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുട്ട ഒഴിച്ചു കൊടുക്കുക. അപ്പം മുട്ടയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് നന്നായി അടിച്ചെടുത്തുള്ള മുട്ടയാണ്. 2 മുട്ടയാണ് എടുത്തുള്ളത്. അപ്പം അത് അതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചിക്കിയെടുക്കുക. അപ്പം എല്ലാം കൂടി നന്നായിട്ട് ചിക്കിയെടുത്ത് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചുള്ള ചോറ്, സാദാ ചോറാണ് എടുത്തുള്ളത്. അപ്പം അത് അതിലേക്ക് ഇട്ടു. അപ്പം ഞാൻ ഉപ്പിടാത്ത ചോറാണത്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി ആ ചോറിലേക്ക് ഇട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു. ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടച്ചോറ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു റൈസാണത്. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മിൻറ്റ് റൈസാണ്. അപ്പം അതിനായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുത്ത മിൻറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കാം. അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കുക. വേറെ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ എല്ലാ സ്പൈസസുമാണ്. സ്പൈസസ് ഇട്ട് 1-2 സെക്കൻഡ് ഒന്ന് ചെറിയ തീയിൽ കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുക്കുക. സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് പീനട്ടും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. അപ്പോൾ അതേ കാഷ്യൂനട്ടും പീനട്ടും ഇട്ട് 2-3 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചുള്ള മിൻറ്റില്ലേ, അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരച്ച് വെച്ചുള്ള മിൻറ്റ് അതിലേക്ക് ഒഴിച്ചു 2-3 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചുള്ള അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 1.5 ഗ്ലാസ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തുള്ളത്. ഇപ്പോൾ ബസ്മതി അരി വേണമെങ്കിൽ ബസ്മതി അരി എടുക്കുക. ഞാനിപ്പോൾ എനിക്കിഷ്ടം ജീരകശാല അരിയാണ് ഇതിലേക്ക്. അപ്പോൾ അത് കാരണം ജീരകശാല അരി എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് നേരം കുതിർത്ത് പിന്നെ വെള്ളം വരാനായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ അരി അതിലേക്ക് ഇട്ട് ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1.5 ഗ്ലാസ്സാണ് അരി എടുത്തുള്ളത്. 3 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടതൊന്ന്. അതിന് ശേഷം വീണ്ടും ഒന്നും കൂടിയും മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്.
അപ്പം ഇതും നല്ലൊരു ടേസ്റ്റുള്ള ഒരു റൈസാണ്. ഇത് നമ്മുടെ മിൻറ്റ് റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ 4 റൈസ് റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.